എംപിമാർ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിൽ കെ സുധാകരന് കടുത്ത അതൃപ്തിയെന്ന സൂചന. വൈകാരിക ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സുധാകരൻ കണ്ണൂരിലെ പോരാട്ടങ്ങൾ എടുത്തു പറഞ്ഞാണ് പോസ്റ്റ്. കണ്ണൂരിലെ കോൺഗ്രസ് തന്റെ മേൽവിലാസമാണ്. പിന്നിട്ട കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാനാകും, തനിക്ക് മറക്കാനാകില്ലെന്നും പോസ്റ്റിൽ. വിവരങ്ങളുമായി റിയാസ് KM ആണ് ചേരുന്നത്. റിയാസ്, ഇപ്പോൾ ഒരു വൈകാരികമായ പോസ്റ്റാണ് കെ സുധാകരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എംപിമാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ അദ്ദേഹം കടുത്ത അതൃപ്തിയാണോ ഈ ഒരു പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും KPCC മുൻ അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള കെ സുധാകരൻ, അദ്ദേഹം നിലവിൽ കണ്ണൂർ MP ആണ്. നേരത്തെ കണ്ണൂരിന്റെ MLA ഒക്കെ ആയിരുന്ന കെ സുധാകരൻ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് ഹൈക്കമാൻഡ് തന്നെ കണ്ണൂരിൽ നിന്ന് മത്സരിപ്പിക്കും എന്നുള്ള കാര്യമായിരുന്നു. അത്തരത്തിലൊരു ഉറപ്പ് അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാൻ സാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പരിഗണിക്കാമെന്നൊരു ഉറപ്പ് അന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു പ്രതിസന്ധി കെ സുധാകരന്റെ കാര്യത്തിൽ വന്നത്, കെ സുധാകരന് മത്സരിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ തങ്ങൾക്കും നിയമസഭയിലേക്ക് സീറ്റ് നൽകണമെന്ന ആവശ്യവുമായി ചില MP മാർ, പ്രത്യേകിച്ച് അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ MP മാർ രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി ഒരു MP-യും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തി. അക്കാര്യം ഇന്നലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഈ കെ സുധാകരനെയും ഒപ്പം തന്നെ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനെയും നേരിട്ട് ധരിപ്പിച്ചിരുന്നു. ഇന്ന് KC വേണുഗോപാൽ ഇവരുമായി ചർച്ച നടത്താൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെയാണ് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ കെ സുധാകരൻ അതൃപ്തി അറിയിച്ച് കണ്ണൂരിലേക്ക് മടങ്ങിയത്. ആ കണ്ണൂരിലേക്ക് മടങ്ങിയ കെ സുധാകരൻ ഏറെ വൈകാരികമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഇടുകയും ചെയ്തു. അതിപ്രകാരമാണ്: കണ്ണൂർ എന്നത് എന്റെ ഹൃദയരക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസവുമാണ്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും മരുമാറിൽ നിന്നും ബോംബിൽ നിന്നും കള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്ന് പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഞാൻ ഉണരുമ്പോൾ എന്റെ കണ്ണിൽ തെളിയുന്നത് ജീവനും രക്തവും നൽകി നമ്മൾ ഒരുമിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ പാർട്ടിയുടെ സ്വപ്നങ്ങളാണ്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നരനായാട്ടം നടത്തി കൊലപ്പെടുത്തിയ എന്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖമാണ്. കണ്ണൂർ ഹൃദയരക്തം ഇറ്റി വീണ നമ്മുടെ മണ്ണാണ്. പൊരുതി വിജയിച്ച കോൺഗ്രസുകാരുടെ ത്യാഗഭൂമിയാണ്. ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ പതാക നെഞ്ചിലേറ്റി കെ സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകും. എന്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, എന്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ, ഉറ്റവരെ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ചങ്ക് പിളർന്ന വിലാപങ്ങൾ ഉയർന്ന മണ്ണിൽ കെ സുധാകരൻ തല ഉയർത്തി നിൽക്കും. എന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിനിടയിൽ എന്റെ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് ഞാൻ ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടില്ല. എന്റെ കൈപിടിച്ച് വളർന്നവരും പ്രവർത്തിച്ചവരുമാണ് ഇന്ന് കണ്ണൂരിലുള്ള ഓരോ നേതാക്കളും. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല. കടന്നു വന്ന കനൽ വഴികൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറക്കാനാകുമായിരിക്കും. പക്ഷേ എനിക്കതൊന്നും മരണത്തിലും മറക്കാനാവാത്ത പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് കെ സുധാകരൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു വെക്കുകയാണ്. അതിനർത്ഥം തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് കണ്ണൂർ. തന്നെ കണ്ണൂരിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ തനിക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നീരസം പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭരണ പ്രതീക്ഷയൊക്കെ വെക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ സീറ്റുകൾ നേടി ഭരണത്തിലേക്ക് UDF-ന് തിരിച്ചെത്താനാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ KPCC-യുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ തന്നെ ഇത്തരത്തിലൊരു അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് തീർത്തിരിക്കുന്നത്. ഈ ഒരു കെ സുധാകരന്റെ കമന്റ് പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ കമന്റിനിടയിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. MP-ആയ ഒരാൾ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ശരിയല്ല എന്ന് വലിയൊരു വിഭാഗം വാദിക്കുമ്പോൾ കെ സുധാകരൻ അനുകൂലികൾ പറയുന്നത് KS-നെ പോലെ ഒരാളെ കണ്ണൂരിൽ നിർത്താതിരിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന തരത്തിലാണ് പറയുന്നത്. കെ സുധാകരൻ നിർത്തിക്കഴിഞ്ഞാൽ കണ്ണൂരിന്റെ സമീപ മണ്ഡലങ്ങളിലേക്കും ആ വ്യക്തിപ്രഭാവം എത്തും എന്ന് പറയുന്ന കെ സുധാകരനെ അനുകൂലിക്കുന്നവരുണ്ട്. അതേസമയം
കെ സുധാകരൻ നിൽക്കുന്നത് പാർലമെന്റ് തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യും എന്ന് വാദിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഏറെയാണ്. ശരി, വ്യക്തമാണ് റിയാസ്. ഇപ്പോൾ ഇതേ വിഷയത്തിൽ തന്നെ നമുക്കൊപ്പം വിവരങ്ങളുമായി MS ബനീഷും ചേരുന്നുണ്ട്. ബനീഷ്, ഇപ്പോൾ കെ സുധാകരൻ വളരെ വൈകാരികമായ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിലുള്ള കെ സുധാകരന്റെ കടുത്ത അതൃപ്തി തന്നെയാണോ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതാണ് ഈ പോസ്റ്റിലുള്ള ആദ്യത്തെ മറുപടി. അതായത് റിയാസ് ഇപ്പോൾ വായിച്ചല്ലോ കോഴിക്കോട്ട് നിന്ന് കെ സുധാകരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല. താൻ പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ എന്തിനാണ് എടുത്തു പറയുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഇതേക്കുറിച്ച് വരുന്ന കമൻറ്റുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കണ്ണൂർ എൻ്റെ ഹൃദയരക്തം എന്ന് എഴുതിയിരിക്കുന്നു. അതിലൊരു കമൻറ്റ് നോക്കുക. ആയിക്കോട്ടെ, കണ്ണൂർ നിങ്ങളുടെ ഹൃദയരക്തമാണെങ്കിൽ ഞങ്ങൾക്കെന്താണ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തകർ ചോദിക്കുന്ന പ്രതികരണങ്ങളുടെ വലിയ നിരകൾ വരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിലൊന്ന്, UDF-കാരെ കണ്ണൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാതെ നോക്കണം എന്നൊരു കമൻറ്റ്. മറ്റൊരു കമൻറ്റ് എന്ന് പറയുന്നത്, താങ്കൾ ഇപ്പോഴും കണ്ണൂരിൻ്റെ ഹൃദയരക്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ആ കണ്ണൂരിൻ്റെ MP ആണ്, അങ്ങ് MP ആയി തുടരുക. മറ്റൊരു കമൻറ്റ്, തനിക്കിപ്പോൾ MP സ്ഥാനമുണ്ടല്ലോ, താങ്കളുടെ ശിഷ്യന്മാരിൽ ഒരാൾക്ക് അസംബ്ലി സീറ്റ് കൊടുക്കാൻ പറ. അതല്ലേ ഒരു നല്ല നേതാവ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം തനിക്ക് മാത്രം കിട്ടണമെന്ന അധികാര ആർത്തി കാണിക്കാതെ കണ്ണൂരിൽ താങ്കൾ കോൺഗ്രസിനെ വളർത്തിയതിലും നല്ല നിലയിൽ സംഘികളെ വളർത്തിയ കാര്യം ഞങ്ങൾക്കറിയാം എന്ന് ഒരു കമൻറ്റ്. കണ്ണൂർ എൻ്റെ ഹൃദയരക്തം, അതുകൊണ്ടല്ലേ MP ആയി തുടരുന്നത് എന്നാണ് ജൂലി ശ്രീനി എന്ന ഒരു യുവതി എഴുതിയിരിക്കുന്ന കമൻറ്റ്. അങ്ങ് എന്നും കോൺഗ്രസിൻ്റെ കരുത്താണ്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളം ഒട്ടുക്കും അങ്ങയെ സ്നേഹിക്കുന്ന, അങ്ങയെ ബഹുമാനിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്. അങ്ങ് ഒരു കണ്ണൂർ എന്ന അസംബ്ലി മണ്ഡലത്തിൻ്റെ മാത്രം നേതാവാകേണ്ട ആളല്ല. കണ്ണൂർ ജില്ല ഉൾപ്പെടുന്ന മൊത്തം ഏകദേശം 4ഓളം നിയമസഭാ മണ്ഡലങ്ങളുടെ തലവനാണ്. അങ്ങേക്ക് എന്നും MP സ്ഥാനം തന്നെയാണ് നല്ലത്. അങ്ങ് എന്നും കോൺഗ്രസ്സുകാരനായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള കമൻറ്റ് നൗഷാദ് ഖാൻ. ഈ രീതിയിൽ ഈ കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉടനീളം അതിന് തൊട്ട് താഴെ വരുന്ന എല്ലാ കമൻറ്റുകളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ MP സ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ ഹൃദയരക്തമായിട്ടുള്ള ആ രക്തത്തിൽ നിന്ന് ഉയർക്കൊണ്ട ത്യാഗത്തിന് മറുപടിയായിട്ട് ഞങ്ങൾ നൽകിയിട്ടുള്ള പ്രതിഫലമല്ലേ. പിന്നെ അതിനും പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു മന്ത്രിസ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമോ മോഹിച്ചുകൊണ്ട് അവിടെ കണ്ണൂരിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇപ്പോൾ അവസരം മുതലാക്കിക്കൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പറയുന്നത് ഉചിതമാണോ എന്ന് ചോദിക്കുന്ന ആയിരക്കണക്കിന് കമൻറ്റുകൾ നിറയുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങയെ MP ആക്കാൻ കഷ്ടപ്പെട്ടവരാണ് എന്നെപ്പോലെയുള്ളവർ. ഇപ്പോഴും അങ്ങയെ ഇഷ്ടപ്പെടുന്നു. അങ്ങ് MP ആയി തുടരണം. കണ്ണൂരിൽ നിന്ന് 5 MLA-മാരെയെങ്കിലും UDF-ന് ഉണ്ടാക്കാൻ നേതൃത്വം നൽകണം. ഈ പോസ്റ്റിന് തൊട്ട് താഴെ വന്നിരിക്കുന്ന കമൻറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ കണ്ണൂരിൻ്റെ MP ആയി തുടരണം. അതുകൊണ്ട് തന്നെ താങ്കൾ MP ആയി തുടരും എന്ന് രാഹുൽ എന്നയാൾ. കണ്ണൂരിൻ്റെ ശബ്ദമായി പാർലമെൻറ്റ് മന്ദിരത്തിൽ നിങ്ങൾ ഉണ്ടാവണം MP ആയിട്ട്. ഇങ്ങനെ ഈ കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ നമ്മൾ പരിശോധിച്ചാൽ ഒരു കമൻറ്റിൽ പോലും ഈ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് താങ്കൾ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ഉപതെരഞ്ഞെടുപ്പിൽ ഇനി അങ്ങനെ ചെയ്തിട്ട് കണ്ണൂരിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലേക്ക് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള കമൻറ്റുകൾ വരുന്നില്ല. പാർട്ടിയെ അനുസരിക്കണം ജി എന്നുള്ള കമൻറ്റുകൾ വരുന്നു. താങ്കൾ കൂടി നേതൃത്വം കൊടുത്ത് കെട്ടിപ്പടുത്ത പാർട്ടി ഇന്ന് 10 വർഷമായിട്ട് പ്രതിപക്ഷത്താണ്. മികച്ച ഭൂരിപക്ഷത്തിൽ കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂരിൽ നിന്നുള്ള MP ആണ് താങ്കൾ. ആ ഉത്തരവാദിത്വം നിറവേറ്റുക, വ്യക്തിയല്ല പ്രസ്ഥാനമാണ് പ്രധാനം എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ. അപ്പോൾ എന്ത് ലക്ഷ്യമിട്ടുകൊണ്ട് കെ സുധാകരൻ ഈ പോസ്റ്റിട്ടോ അതിൻ്റെ നേരെ വിപരീത പ്രതികരണമാണ് കൂടുതലായിട്ടും കമൻറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം. ശരി, വ്യക്തമാണ്. MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനത്തിൽ കെ സുധാകരന് കടുത്ത അതൃപ്തി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെയാണ് കെ സുധാകരൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റിന് പിന്നാലെ ധാരാളം കമൻറ്റുകളുമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിലെ പോരാട്ടങ്ങൾ എടുത്തു പറഞ്ഞൊക്കെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് തൻ്റെ മേൽവിലാസമാണെന്നും പിന്നിട്ട കനൽ വഴികൾ മറ്റുള്ളവർക്ക് മറക്കാനാകും, പക്ഷെ തനിക്ക് മറക്കാനാകില്ല എന്നൊക്കെ രീതിയിൽ ഒരു വൈകാരികമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെയാണ് ഇപ്പോൾ
സുധാകരൻ ഇട്ടിരിക്കുന്നത്. എന്തായാലും തൻ്റെ കടുത്ത അതൃപ്തിയാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് കെ മാറും MS ബനീഷുമാണ്.